നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റ് തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങൾ കൂട്ടിയിണക്കി ഉള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. എന്തായാലും മുന്നോട്ട് കണ്ടു നോക്കുക വീഡിയോ, എന്നിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരണം. ഞാൻ ഇന്ന് വളരെ ബോൾഡായി ഒരു കാര്യം തുറന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അത് കാരണം ഇത്രയും കാലം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആനുകാലിക സംഭവങ്ങളൊക്കെ ചെയ്താൽ തന്നെ അതിന് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിന് മടിയൊന്നുമില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ ഈ റിയാലിറ്റി ഷോകളെ കുറിച്ചാണ്. റിയാലിറ്റി ഷോകളിലെ തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. റിയാലിറ്റി ഷോകൾ പതിവായി കാണുന്ന ഒരു പരിപാടി ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ വളരെ വിശാലമായ സംവിധാനങ്ങളൊക്കെ ഇപ്പം ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് ലൈവായിട്ട് കാണേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. നമുക്ക് സമയമുള്ളപ്പോൾ നമ്മുടെ ടി വി ഓൺ ചെയ്ത് വെച്ച്, സ്മാർട്ട് ടി വി ആണെങ്കിലും പ്രത്യേകിച്ച് വലിയ സ്ക്രീനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് സൗകര്യമായിട്ട് ഏതുതരം റിയാലിറ്റി ഷോയും എത്ര വർഷങ്ങൾക്ക് ശേഷവും എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അതാത് പ്ലാറ്റ്ഫോമുകളിൽ പോയി നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്സായി പോയാൽ അത് പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല ആ പരിപാടി ടി വിയിൽ. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യം ഇതാണ്. നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോകളിലെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതിന് പറയാനൊക്കുള്ളൂ. കാരണം ഒരു സംഗീത റിയാലിറ്റി ഷോ, അതായത് സംഗീതം കൊച്ചുകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള സംഗീത പരിപാടികളാണെങ്കിലും മറ്റ് ഷോകളൊക്കെ ആണെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൽ നമ്മളെ ഇരുത്തി അവിടെ ശ്രദ്ധിപ്പിക്കാനായിട്ട് അവർ വളരെ നേരം പരിശ്രമം നടത്തും. ഈ റിയാലിറ്റി ഷോകളിലൊക്കെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ സമയം കളയുകയും ശരിയായ ഒരു പരിപാടിയിലേക്ക് വരുവാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നു ഈ റിയാലിറ്റി ഷോകളിൽ. അതുപോലെ തന്നെ ഈ സംഗീത പരിപാടികളെക്കുറിച്ച് പറഞ്ഞാൽ അതിനൊക്കെ മാർക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ മാർക്ക് കൊടുക്കണോ വേണ്ടയോ ഒക്കെ തീരുമാനിക്കുന്നത് ഇതൊക്കെ ഫിക്സ് അല്ലേ എന്ന് തോന്നാറില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സത്യം തുറന്നു പറയുക കമൻറ്റ് ബോക്സിൽ. എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. എന്നാൽ ചില നല്ല പാട്ടുകൾ റിയാലിറ്റി ഷോകളിലൊക്കെ നല്ല പാട്ടുകളൊക്കെ വരാറുണ്ട്, ഇല്ലെന്നല്ല, നല്ല നല്ല ടാലൻ്റുള്ള കുട്ടികളും ഒക്കെ വരാറുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു പ്രൊമോഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് പുഷ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കുന്ന ഒരാളെ എങ്ങനെ എവിടെ ലെവലിൽ എത്തിക്കണമെന്ന് നേരത്തെ തന്നെ ഈ റിയാലിറ്റി ഷോകളിൽ ചെയ്തു വെക്കുക അത് പതിവായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്ന് വെച്ച് എല്ലാ ഇപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല കേട്ടോ. ഞാൻ കോമൺ ആയിട്ടാണ് പറയുന്നത്, സംസാരിക്കുന്നത്, അതായത് പൊതുവെയുള്ള ചില സത്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ എന്ന മഹാനടൻ അദ്ദേഹം ചെയ്തു വെച്ച റോളുകളൊക്കെ വലിയ വലിയ റോളുകളാണ്. അതൊന്നും ചിലപ്പോൾ മറ്റുള്ള നടന്മാരെ കൊണ്ട് ഫലിപ്പിക്കാൻ പോലും കഴിയുമോ എന്ന് തന്നെ സംശയം തോന്നാറുണ്ട്. അദ്ദേഹത്തിനോട് അതുപോലെ തന്നെ വാത്സല്യവും ബഹുമാനവും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം കൊണ്ട് തന്നെ. കുറേ കാലമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോ പരിപാടിയിൽ സ്ഥിരമായിട്ട് അവതാരകനായിട്ട് വരാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടികൾ കാണുമ്പോഴും നമുക്ക് തോന്നും ഇത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലുമല്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി തന്നെ ഒരു സത്യം പറഞ്ഞാൽ അത് അലസരക്കുള്ള ഒരു പരിപാടിയായിട്ടാണ് എന്ന് ഞാൻ പറയൂ. കാരണം ബിഗ് ബോസിൻ്റെ ആ ഒരു സെറ്റ് ഒക്കെ എവിടെയാണെന്ന് വെച്ചാൽ മുംബൈയിലാണ് സാധാരണ കാണാറുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. ഫിലിം സിറ്റിയിൽ, മുംബൈയിൽ, ഗോറിഗാവിൽ. അതിനടുത്തൊക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ തട്ടിപ്പൊന്നും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഇവരെ ഒരു മനുഷ്യനെ പോലും അകത്തോട്ട് കയറ്റി വിടുകയില്ല. അതായത് ഷോ ഇല്ലാത്ത സമയങ്ങളിൽ പോലും. അതിന് അവർ മറ്റു പല സെക്യൂരിറ്റി റീസൺസ് ഒക്കെ പറയുന്നു, അല്ലെങ്കിൽ ഇനിയും വിഷയങ്ങൾ ചോർന്നു പോകാതിരിക്കാനായിരിക്കാം. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഞാൻ അന്ന് ഫിലിം സിറ്റിയിൽ പോയി ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ മറ്റൊരു ചാനലിന് വേണ്ടി, ഹിന്ദി ചാനലിന് വേണ്ടി, യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്, മുംബൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഹിന്ദിയിൽ തന്നെയാണ് അതിൽ ചാനലിൽ അവതരണമൊക്കെ. അപ്പോൾ ആ ചാനലിന് വേണ്ടി ഞാൻ ഫിലിം സിറ്റിയിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ അവിടെ വളരെ ജോലി ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ, അതായത് ഫിലിം സിറ്റിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം എനിക്ക് അകത്ത് പോകാനുള്ള അവസരം കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹിന്ദി റിയാലിറ്റി ഷോകളൊക്കെ നടത്തുന്ന ചില സെറ്റുകളിലൊക്കെ എനിക്ക് പോകാൻ സാധിച്ചു.
അവിടെയൊക്കെ ഈ വളരെ അനായാസമായിട്ട് കടന്നു ചെല്ലുവാനും അതിനകത്ത് എങ്ങനെയാണ് സെറ്റ് അറേഞ്ച് ചെയ്യുന്നതെന്നും അതിൻ്റെ റെക്കോർഡിങ്ങിൽ പോലും ആ ഒരു സ്റ്റുഡിയോ ഡാർക്ക് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെയൊക്കെ പോലും പോയി നിന്ന് എനിക്ക് അവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നും, അല്ലെങ്കിൽ റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിയാലിറ്റി ഷോയുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതേ സ്റ്റുഡിയോയിൽ അത് പോയി കാണുവാനും അകത്ത് പോയി കാണുവാനും ഒക്കെ സാധിച്ചിരുന്നു. പക്ഷേ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് വന്നപ്പം നമ്മുടെ മലയാളം പരിപാടിയാണല്ലോ, അപ്പം ലാലേട്ടൻ അവിടെ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ബിഗ് ബോസിൻ്റെ ആ പരിസരം എങ്ങനെ ഇരിക്കും, അതിൻ്റെ സെറ്റ് എങ്ങനെ ഇരിക്കും, ദൂരത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ സെക്യൂരിറ്റികളെ വളരെ സ്ട്രിക്റ്റായിട്ട് അവിടെ നിന്ന് ഞങ്ങളെ മാറ്റുകയാണ് ചെയ്തത്. ഇതിനകത്തൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ. അതങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇത്ര രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിട്ട് ഈ പരിപാടിക്ക് എന്താണ് ഈ പരിപാടിയിലുള്ള ഒരു കഴമ്പ്? എനിക്ക് മനസ്സിലായിടത്തോളം ഈ ബിഗ് ബോസിൽ ക്ഷണിതാക്കളായിട്ട് അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട താരങ്ങളായിട്ട് അവിടെ എത്തുന്ന എൻട്രി കിട്ടുന്നവർ ഒട്ടുമിക്ക ആൾക്കാരും അലസരും മടിയരുമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇവർ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. പലരും നിങ്ങൾ തന്നെ എടുത്തൊന്ന് നോക്കിക്കോളൂ. അത് പിന്നെ പലരും അത് പല പേരുകളുമുണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞ് അവരെ അങ്ങനെ കളിയാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. അതിനകത്ത് പലരും വിൻ ചെയ്തവരാട്ടെ, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് വരെ വന്നവരാട്ടെ, പലരും അലസമായിട്ട് ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയോ ഉണ്ട് അവർക്ക്. പക്ഷേ എന്തൊക്കെയോ ഗ്ലാമറുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയും തരത്തിലുള്ള ഷോകളിലോ ഫിലിമുകളിലോ ഒക്കെ വന്നവരായിരിക്കാം. പക്ഷേ അവരുടെ സ്വഭാവം പോലെ തന്നെ ഈ പരിപാടിയും വളരെ അലസമായിട്ട് തന്നെ പോകുന്ന ഈ പരിപാടിയിൽ അവർ ആപ്റ്റാണെന്ന് ഞാൻ പറയും. കാരണം അവരെ സെലക്ട് ചെയ്ത് ഈ പരിപാടിക്കകത്ത് കൊണ്ടുവന്നാൽ അവരെ എങ്ങനെ വേണേൽ സഹിച്ച് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരുന്നുകൊള്ളും എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇത്ര ബോറായിട്ട് ഇത്ര ദിവസം ഇങ്ങനെ കഴിയുക എന്ന് പറയുമ്പോൾ, പണത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്ന് പറയുമ്പം അതിനൊക്കെ നമുക്കൊരു എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മളൊരു എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, സ്കൂട്ടർ ആക്സിഡൻറ്റ് പറ്റി എൻ്റെ ഇടതുകാല് തുടയിൽ ഒടിഞ്ഞിട്ട് നമ്മൾ കുറേ കാലം ആശുപത്രിയിലും വീടുകളിലുമായിട്ട് ചുരുങ്ങിയിരിക്കുമ്പോൾ തന്നെ, വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പോലും സഹായത്തിനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തൊരു വീർപ്പുമുട്ടലാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ സ്വാതന്ത്ര്യമില്ലാതെ തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് കൃത്യമായിട്ട് നമ്മുടെ പാഷനായിട്ട് ഒന്നും ഇല്ലാതെ അതിനകത്ത് പോയി ബിഗ് ബോസ് എന്താഗ്രഹിക്കുന്നു ആ രീതിയിൽ അവിടെ പരിപാടി അവതരിപ്പിച്ച് നമ്മൾ ഒരു നാട്യത്തിൽ കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അവർക്ക് നല്ല ഒരു പേഷ്യൻസ് വേണമെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അലസത സ്വഭാവത്തിൽ ഉണ്ടായെങ്കിലേ ഈ ഒരു പേഷ്യൻസ് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ഇവരൊക്കെ വെറുതെ ഇരുന്ന് ഒന്നും നേടാതെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ നേടി, ചിലതൊക്കെ ഇനി പലതും ഒത്തിരി നേടാൻ കിടക്കുന്നവരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് കഠിനാധ്വാനം ചെയ്ത് വന്നതാണെന്നൊക്കെ വീമ്പിളക്കുമെങ്കിലും ഇതിലൊരു കഠിനാധ്വാനമില്ല. അവിടെ പോയി നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറേ ഫൈറ്റ് ചെയ്യുന്നു, കുറേ തർക്കങ്ങൾ ഉണ്ടാക്കുന്നു, കുറേ ഇതൊക്കെ കാണിക്കുന്നു. അങ്ങനെയൊക്കെ കുറേ നാട്യങ്ങളാണ് ഇതിലൊക്കെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് എന്ന പരിപാടിയെ മാത്രം ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാര്യം, ഈ ഒരു എപ്പിസോഡ് വീട്ടുകാരൊക്കെ ചിലർ കാണുന്ന താല്പര്യം കാണിച്ച് അതിൻ്റെ കൂടെ ഇരുന്ന് കണ്ട കൂട്ടത്തിലാണ് ഞാനും. അത് കാണാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലെങ്കിലും അത് കൂട്ടത്തിലിരുന്ന് വീഡിയോ വെക്കുമ്പോൾ കണ്ടുപോയ ഒരാളാണ് ഞാൻ. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് നമ്മുടെ വിലയേറിയ സമയം മറ്റെന്തെങ്കിലും കാര്യത്തിന് വിനിയോഗിച്ചാൽ ഈ ഒരു പരിപാടി കാണാതെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഒരു പണിയും ഇല്ലാത്തപ്പം കാണാൻ പറ്റിയ പരിപാടിയാണ് ഇതൊക്കെ. അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തി അവിടെ പോയിരുന്ന എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇത് കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബോറാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അഭിപ്രായം രേഖപ്പെടുത്താം. ബിഗ് ബോസ് പരിപാടി അവതരിപ്പിക്കാൻ എന്തുമാത്രം കോടിക്കണക്കിന് രൂപ അതിനകത്ത് റോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും ധാരാളം പേര് അതിൽ കൂടി രക്ഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പരിപാടി ഒന്നും നിർത്തുകയോ അങ്ങനെ പോവുകയോ ഇങ്ങനെ പോവുകയോ ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാനൊക്കില്ല. പക്ഷേ അതൊക്കെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാലും ഇതിലെ ഒരു അസ്വാഭാവികത, ഇതിലെ ഒരു തട്ടിപ്പ്, ഇതൊക്കെയാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. എന്തായാലും ലാലേട്ടൻ എന്ന മഹാനടൻ, അദ്ദേഹം ഈ പരിപാടി അവതരിപ്പിക്കുവാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻസും ഞാൻ അംഗീകരിച്ചു. കാരണം അദ്ദേഹം ഇത്രയും ആൾക്കാരുടെ ഈ പ്രീ പ്ലാൻഡായിട്ട് ഒരുങ്ങി നിന്ന് കള്ളവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നാട്യങ്ങളിലൂടെ ഇങ്ങനെ ഈ പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ ലാലേട്ടൻ എന്ന മഹാനടനെ സാധിക്കുകയുള്ളൂ എന്ന് ഞാനും പറയും. കാരണം അദ്ദേഹം ചെയ്തതുകൊണ്ട് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് പണം കിട്ടുന്നു, അദ്ദേഹം ചെയ്യുന്നു. പണം കിട്ടുന്ന ഏത് നല്ല സിനിമകൾക്ക് വേണ്ടി റിസ്ക് എടുക്കാനും ഒക്കെ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം.
എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പോൾ ഈ ബിഗ് ബോസ് താരങ്ങൾ ഇപ്പോൾ പലരും അത് ഉദയം ചെയ്യുകയും പലരും വലിയ നിലയിലൊക്കെ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം. ഈ പണമൊക്കെ താൽക്കാലികമല്ലേ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് കിട്ടിയ എത്ര പണം ഉണ്ടെങ്കിലും ലോട്ടറി അടിച്ച ചില ആൾക്കാരെ നമുക്കറിയാം. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് തന്നെ ഒരു ലക്കിൻ്റെ പുറത്ത് നമുക്ക് ഡെസ്റ്റിനി പരീക്ഷണമാണ്. അപ്പോൾ ലോട്ടറി ടിക്കറ്റ് ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരു ശീലം എങ്ങനെയോ ഡെവലപ്പ് ചെയ്ത് പോയവർ അത് സ്ഥിരം എടുത്തുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴൊക്കെയോ അടിച്ചു പോകുന്നു. പക്ഷേ ഈ പൈസയ്ക്കൊന്നും അവരെങ്ങും ചെന്ന് എത്തിയിട്ടില്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പലർക്കും ആ പൈസ എങ്ങനെയൊക്കെയോ അന്യാധീനപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ വിലപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ലെഷർ ടൈമിൽ കൂടുതൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പരിപാടികൾ കാണുകയും എൻജോയ് ചെയ്യുകയും നിങ്ങൾ പോയിരുന്ന് കാണുന്നതിന് തെറ്റൊന്നുമില്ല. ആർക്കും അത് പറ്റും. കാരണം അതാണ് നിങ്ങൾക്ക് ടൈം പാസ് എങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് നന്നായിട്ട് ബിസിനസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള എന്തെല്ലാം പ്ലാറ്റ്ഫോമുകളുണ്ട് ഇന്നിപ്പോൾ. നമ്മുടെ ഭാരതത്തിലാണെങ്കിലും ധാരാളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ എൻഗേജ്ഡ് ആകാനുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മൾ പണം ഉണ്ടാക്കാനുള്ള എളുപ്പവഴി ഒരിക്കലും എങ്ങും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയവും സൗകര്യവും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ഉണ്ടാക്കി നമ്മളതിനു വേണ്ടി വർക്ക് ചെയ്താൽ നമ്മൾ സക്സസ് ആകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ബിഗ് ബോസിൽ ഇതുപോലുള്ള റിയാലിറ്റി ഷോകളിൽ കൂടി സക്സസ് ആയവർ ഒരു പരിധി വരെ അവിടം കഴിഞ്ഞാൽ പിന്നെ അവർ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നീട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ച് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. എന്നിരുന്നാലും സമയം കണ്ടെത്തി ഇതിന് വന്നെങ്കിലും മറ്റ് പരിപാടികൾ സ്ഥിരോത്സാഹത്തോടു കൂടി തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന മിടുക്കത്തികളും മിടുക്കന്മാരും ഉണ്ട് പോലും. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ ബിഗ് ബോസിൽ അഖിൽ മാരാർ വിൻ ചെയ്ത ആ ഒരു ബിഗ് ബോസ് സീസണിൽ അന്ന് അദ്ദേഹത്തോടൊപ്പം ഫൈനൽ വരെ വന്നതിൽ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, ലേഡി, പിന്നെ തിരുവനന്തപുരംകാരി. അവർ വസ്ത്രവ്യാപാര രംഗത്ത് സ്വന്തമായിട്ട് കഠിനാധ്വാനം ചെയ്ത് അവർ നേരത്തെ തന്നെ അങ്ങനെ ഒരു പരിപാടിയിൽ എൻഗേജായി നിൽക്കുന്ന ഒരു ലേഡി. എൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പം ഞാൻ കൂടുതൽ ഇതിനെ ഓർത്തിരിക്കാതിരിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ആ ഒരു പരിപാടിയിൽ വളരെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. അതായിരിക്കും ഒരു കാരണം. അപ്പോൾ എന്തായാലും തിരഞ്ഞു പിടിച്ചാൽ കിട്ടും. തീർച്ചയായിട്ടും കൂടുതൽ സെർച്ച് ചെയ്താൽ ഇപ്പോൾ വേണമെങ്കിലും പറയാൻ പറ്റും. അങ്ങനെ ആ ലേഡി ഒരു ഹാർഡ് വർക്ക് ചെയ്ത് അവരിന്നും ജീവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി അവരെങ്ങും പോയിട്ടുമില്ല, അവർ അങ്ങനെ കിട്ടത്തുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ മിടുക്കനായ ബിഗ് ബോസ് വിജയി, അദ്ദേഹം ഇതുവഴി ഉപയോഗപ്പെടുത്തിയെടുത്തു എന്ന് ഞാൻ പറയും. കാരണം ഇതിന് ശേഷം, അതായത് അലസ ജീവിതം നയിച്ച് ഫ്ലോപ്പായിട്ടുള്ള ജീവിതം അദ്ദേഹം തന്നെ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പല FB-യിൽ ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളൊക്കെ. അതൊക്കെ ഞാനും വായിക്കാറുണ്ട്. ഞാൻ വെറും തകർന്ന ഒരു മനുഷ്യനായിരുന്നു, അതിൽ നിന്ന് തിരിച്ചു വന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു ഡെസ്റ്റിനി ഉണ്ടായി, പിന്നെ തിരിച്ച് അതിൽ നിന്ന് കരകയറാൻ സാധിച്ചെങ്കിൽ നല്ല കാര്യം. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ പരതി നടക്കുന്നേ ഉള്ളൂ, എങ്ങും ചെന്ന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് പണം ഒരു വഴിക്കൂടി ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസിൽ നിന്ന് വന്നു. അപ്പം ഞാൻ പറഞ്ഞത്, അദ്ദേഹം പല പരിപാടികളിലും പോകുന്നുണ്ട്, ഇനാഗുറേഷനൊക്കെ പോകുമ്പോൾ പൈസ വാങ്ങിക്കുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ആ മിടുക്ക് അദ്ദേഹം കാണിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പിന്നെ ഇങ്ങനെ ഒരു പരിപാടി കൂടെ വന്നുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു നല്ല കോൺഗ്രസ്സുകാരനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അദ്ദേഹം. പാർട്ടിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്തായാലും ചിലർക്ക് ഗുണം ചെയ്യുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന ടെക്നീഷ്യന്മാർ, അവർക്കൊക്കെ ജീവിക്കാൻ കിട്ടുന്ന അവസരം അവർ അത് ഒരുങ്ങട്ടെ. അങ്ങനെയുള്ള പരിപാടികൾ നിർത്തുവാനോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം മാത്രം. ശരി, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. നന്ദി. ജയ് ഭാരത് മാതാ.